MBBS അബ്രോഡ് സിമ്പിളാണോ? നമ്മൾ ഫീസ് അടക്കുന്നു, 5 വർഷം പഠിക്കുന്നു, തിരിച്ച് ഇന്ത്യയിൽ വരുന്നു, ഡോക്ടറാവുന്നു അല്ലേ? എന്നാൽ 2021 NMC റൂൾ പ്രകാരം MBBS അബ്രോഡ് അത്ര സിമ്പിളല്ല. ഇന്ന് പല സ്റ്റുഡൻസിൻ്റെയും ഫോറിൻ ഡിഗ്രി ഇന്ത്യയിൽ വാലിഡ് ആവാതെ പോകുന്നുണ്ട്. MBBS അബ്രോഡ് നോക്കുന്ന ഒരാളാണോ നിങ്ങൾ? എങ്കിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് NMC റൂൾസ് ഉണ്ട്. എല്ലാ വർഷവും 30,000 മുതൽ 40,000 സ്റ്റുഡൻസ് ആണ് MBBSന് വേണ്ടി വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്നത്. എന്നാൽ അവരിൽ പലരും പിന്നീട് സീരിയസ് ഇഷ്യൂ നേരിടേണ്ടി വരുന്നുണ്ട്. ഇതിൻ്റെ മെയിൻ റീസൺ ഫോറിൻ എഡ്യൂക്കേഷണൽ സിസ്റ്റം എല്ലായിടത്തും ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ഫോളോ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. പല രാജ്യങ്ങളിലും മെഡിക്കൽ കോഴ്സ് ഡ്യൂറേഷൻ വളരെ കുറവായിരിക്കും. എന്നാൽ NMC മിനിമം ഡ്യൂറേഷൻ സ്ട്രിക്ട്ലി ചെക്ക് ചെയ്യുന്നുണ്ട്. ഇംഗ്ലീഷിന് പുറമെ ലോക്കൽ ലാംഗ്വേജ് യൂസ് ചെയ്യുന്ന പല യൂണിവേഴ്സിറ്റികളുമുണ്ട്. അത് പിന്നീട് ഒരു പ്രശ്നമാവാം. ചിലർ കംപ്ലീറ്റ് ഇൻറ്റേൺഷിപ്പ് ചെയ്യാതെ വരുന്നു, ചിലർ മറ്റു രാജ്യങ്ങളിൽ ഇൻറ്റേൺഷിപ്പ് ചെയ്തു വരുന്നു. ഇതും NMC അക്സെപ്റ്റബിൾ അല്ല. ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, അബ്രോഡ് MBBS കഴിഞ്ഞ് തിരിച്ച് നാട്ടിൽ വന്നു കഴിഞ്ഞാൽ NMC പ്രധാനമായും 3 കാര്യങ്ങളാണ് പരിശോധിക്കുന്നത്: എലിജിബിലിറ്റി, എഡ്യൂക്കേഷൻ സ്റ്റാൻഡേർഡ്, FMG എക്സാം. ഈ 3 കാര്യങ്ങളും പ്രോപ്പറായാൽ മാത്രമേ അബ്രോഡ് MBBS ഇന്ത്യയിൽ വാലിഡ് ആവുകയുള്ളൂ. നമുക്ക് NMC ലേറ്റസ്റ്റ് റൂൾസ് ആൻഡ് അപ്ഡേറ്റ്സ് എന്താണെന്നുള്ളത് നോക്കാം. അബ്രോഡ് MBBS ഇന്ത്യയിൽ വാലിഡ് ആവാനുള്ള ഫസ്റ്റ് സ്റ്റെപ്പാണ് നീറ്റ് ക്വാളിഫിക്കേഷൻ. നിങ്ങൾ നീറ്റ് ക്വാളിഫൈ ചെയ്യാതെ ഏത് രാജ്യത്ത് MBBS പഠിച്ചാലും അത് ഇന്ത്യയിൽ വാലിഡ് ആവില്ല. ഇതിനൊരു പ്രോപ്പർ പാത്ത് വേ ഉണ്ട്. നീറ്റ് ക്വാളിഫൈ ചെയ്യുക, MBBS അബ്രോഡ് കംപ്ലീറ്റ് ചെയ്യുക, FMG ക്വാളിഫൈ ചെയ്യുക, ഇന്ത്യയിൽ ഇൻറ്റേൺഷിപ്പ് ചെയ്യുക, മെഡിക്കൽ ലൈസൻസ് നേടുക. ഇതൊക്കെ പ്രോപ്പറായി ഫോളോ ചെയ്താൽ മാത്രമേ ഇന്ത്യയിൽ ഡോക്ടറായി പ്രാക്ടീസ് ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങളുടെ MBBS കോഴ്സ് ഡ്യൂറേഷൻ മിനിമം 54 months എങ്കിലും ഉണ്ടായിരിക്കണം. പ്രീമെഡ്, ഫൗണ്ടേഷൻ കോഴ്സ്, ബാച്ചിലർ ഓഫ് സയൻസ്, ലോക്കൽ ലാംഗ്വേജ് ട്രെയിനിങ് ഇവയൊന്നും ഇതിൽ ഇൻക്ലൂഡ് ആവാൻ പാടില്ല. അതുകൊണ്ട് അഡ്മിഷൻ എടുക്കുന്നതിന് മുന്നേ ആക്ച്വൽ കോഴ്സ് ഡ്യൂറേഷൻ തീർച്ചയായും വെരിഫൈ ചെയ്യണം. 12 മാസത്തെ കമ്പൽസറി ഇൻറ്റേൺഷിപ്പ് നിർബന്ധമായും കംപ്ലീറ്റ് ചെയ്തിരിക്കണം. കോഴ്സ് ഡ്യൂറേഷൻ 100% ഇംഗ്ലീഷിൽ തന്നെ ആയിരിക്കണം. തിയറി ഇംഗ്ലീഷ് പ്ലസ് പ്രാക്ടിക്കൽ ലോക്കൽ ലാംഗ്വേജ്. ഫസ്റ്റ് ഇയർ ഇംഗ്ലീഷ് ദെൻ ലോക്കൽ ലാംഗ്വേജ് ഈസ് നോട്ട് അലൗഡ്. ക്ലിനിക്കൽ എക്സ്പ്ലോഷർ പോലും ഇംഗ്ലീഷ് സപ്പോർട്ടഡ് ആയിരിക്കണം. NMC സ്ട്രിക്ട്ലി അഗെയിൻസ്റ്റ് ഓൺലൈൻ മെഡിക്കൽ എഡ്യൂക്കേഷൻ. മെഡിക്കൽ ട്രെയിനിങ് മസ്റ്റ് ഇൻക്ലൂഡ് റിയൽ പേഷ്യൻസ്, റിയൽ ഹോസ്പിറ്റൽസ് ആൻഡ് റിയൽ ക്ലിനിക്കൽ എക്സ്പ്ലോഷർ. പാർഷ്യൽ ഓൺലൈൻ അല്ലെങ്കിൽ ഹൈബ്രിഡ് ട്രെയിനിങ് പോലും ആക്സെപ്റ്റബിൾ അല്ല. അബ്രോഡ് MBBSലെ ബിഗ്ഗസ്റ്റ് റെഡ് ഫ്ലാഗ്സ് എന്തൊക്കെയാണെന്ന് നോക്കിയാലോ. ഇന്റേൺഷിപ്പ് ഇന്ത്യയിലോ മറ്റൊരു രാജ്യത്തോ ചെയ്താൽ അതൊരു റെഡ് ഫ്ലാഗ് ആകാം. ഇന്റേൺഷിപ്പ് ഓപ്ഷണലാണോ? ഡ്യൂറേഷൻ ക്ലിയർ അല്ലേ? ഡിഫറെൻറ്റ് കൺട്രിയിലാണോ? അല്ലെങ്കിൽ പേപ്പർ ഇന്റേൺഷിപ്പ് മാത്രമാണോ? എങ്കിൽ അതൊരു സീരിയസ് വാർണിംഗ് സൈനാണ്. ചില സ്റ്റുഡൻസ് 2 year റഷ്യയിൽ, നെക്സ്റ്റ് ഇയർ തൊട്ടിട്ട് ജോർജിയയിൽ, ഇൻറ്റേൺഷിപ്പ് കസാക്കിസ്ഥാനിൽ, ഇങ്ങനെ സ്പ്ലിറ്റ് പ്രോഗ്രാം തിരഞ്ഞെടുക്കുന്ന കാണാറുണ്ട്. ബട്ട് NMC കണ്ടിന്യൂസ് സിംഗിൾ കൺട്രി എഡ്യൂക്കേഷനാണ് പ്രിഫർ ചെയ്യുന്നത്. MBBS അബ്രോഡ് ഒരിക്കലും ഒരു റോങ് ഓപ്ഷൻ അല്ല. പക്ഷേ മികച്ച രാജ്യം, യൂണിവേഴ്സിറ്റി, ഇൻറ്റേൺഷിപ്പ് സിസ്റ്റം ഇവ വെരിഫൈ ചെയ്യാതെ ഒരു ഡിസിഷൻ എടുത്താൽ അത് ഫ്യൂച്ചറിൽ വലിയൊരു പ്രശ്നം ഉണ്ടായേക്കാം. അതുകൊണ്ട് ഇമോഷണൽ ഡിസിഷൻ എടുക്കാതെ ശരിയായ കൺസൾട്ടേഷൻ ലഭിച്ചതിന് ശേഷം മാത്രമേ MBBS അബ്രോഡ് ചൂസ് ചെയ്യാവൂ.